Let's enjoy Goa. വണ്ടിക്ക് എന്താ ഒരു സൗണ്ട്? Wow! Let's enjoy Goa. 1612 ഡച്ചുകാരെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച കോട്ടയാണ് അഖോഡ കോട്ട. ഈ കോട്ട അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഷിപ്പുകൾക്ക് ഒരു റഫറൽ പോയിൻ്റായിരുന്നു. ഈ പഴയ പോർച്ചുഗീസ് കോട്ട മണ്ടോവി നദിയുടെ തീരത്തെ കണ്ടോലിമിന് തെക്ക് ബീച്ച് സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ വെള്ളമുള്ളത് എന്ന് പറയുന്നത് അഖോഡ എന്നാണ് പറയുന്നത്. കോട്ടയ്ക്കകത്തുള്ള ഒരു നീരുറവയാണ് ഇതിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണമായി മാറിയത്. ഇവിടെ നങ്കൂരമിട്ടിരുന്ന കപ്പലുകൾക്ക് ശുദ്ധജലം ഈ കോട്ടയിൽ നിന്നാണ് സംഭരിച്ചു കൊണ്ടിരുന്നത്. 1864 സ്ഥാപിച്ച അഖോഡ ഫോർട്ട് ലൈറ്റ് ഏഷ്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും പഴക്കമുള്ള ലൈറ്റ് ഹൗസാണ്. 1612 നിർമ്മിച്ച ഈ കോട്ട 79 പീരങ്കികളുടെ മഹത്തായ നിലവറയായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കോട്ടയുടെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ 23,76,000 ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഈ കോട്ടയ്ക്കകത്തുണ്ട് എന്ന് പറയുമ്പോൾ ഏഷ്യയിൽ തന്നെയും വലിയ ജലസംഭരണികളിൽ ഒന്നാണ് ഇത്. ഈ കോട്ടയെ 2 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം കോട്ടയായും താഴെ ജലസേചന കേന്ദ്രവുമായി പ്രവർത്തിച്ചു വരുന്നു. താഴെ പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ ബർത്തായും ഈ കോട്ടയുടെ ഭാഗം സൂക്ഷിച്ചിരുന്നു. ഈ കോട്ടയുടെ മുകൾ ഭാഗത്ത് ഒരു കിടങ്ങ്, ഭൂഗർഭജല സംഭരണി, വെടിമരുന്ന് മുറി, വിളക്കുമാടം, കൊത്തളങ്ങൾ എന്നിവയുണ്ടെങ്കിലും യുദ്ധസമയത്തും അടിയന്തര ആവശ്യങ്ങളിലും ഉപയോഗിക്കാൻ രഹസ്യമായി രക്ഷപ്പെടാനുമുള്ള പാതയും ഇതിലുണ്ട്. പ്രാരംഭഘട്ടത്തിൽ വിളക്കുമാടം 7 മിനിറ്റിൽ 1 തവണ മാത്രമാണ് പ്രകാശം പുറത്തേക്ക് വിട്ടിരുന്നത്. പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ളതും നിർണായകവുമായ കോട്ടയായിരുന്നു അഖോഡ. പാർഡസിൻ്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റത്തുള്ള ഉപദ്വീപിനെ മുഴുവനും വലയം ചെയ്യുന്ന വിധത്തിലാണ് ഈ കോട്ട പണിതിട്ടുള്ളത്. മണ്ടോവി നദിയുടെ അഴിമുഖത്ത് പണികഴിപ്പിച്ച ഈ തന്ത്രപ്രധാനമായ കോട്ട സലാസർ ഭരണകാലത്ത് ഫോർട്ട് അഖോഡ സലാസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്കായി പ്രാഥമികമായി ഒരു ജയിലുമായി ഉപയോഗിച്ചു പോന്നിരുന്നു. ശത്രുക്കളുടെ ഷിപ്പിൻ്റെയും സമീപത്തുള്ള ബാർഡേസ് ഉപജില്ലയുടെയും പ്രതിരോധമാണ് തുടക്കത്തിൽ ഈ കോട്ട കൊണ്ട് ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് ഇതിൻ്റെ പ്രസക്തി
വാനോളം ഉയർന്ന് ലോകമെമ്പാടും അറിയപ്പെടുകയുണ്ടായി. കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ മുകളിലാണ് 1864 അഖോഡ വിളക്കുമാടം നിർമ്മിച്ചത്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള ഒന്നായിരുന്നു ഇത്. മോർമുഗാവോ ഉപദ്വീപിനും കാലൻഗുട്ട് ബീച്ചിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കോട്ടയ്ക്കും പിന്നിൽ ഒരു കെട്ടുകഥ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോഴും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്ന ഒന്നുണ്ട്. ഒറ്റയ്ക്കോ ഇല്ലെങ്കിൽ ഇരുട്ടായ ഭാഗത്തുകളോ നമ്മൾ ചെന്ന് പെട്ടാൽ പോർച്ചുഗീസ് സൈന്യവസ്ത്രം ധരിച്ച പ്രേതരൂപങ്ങൾ നമ്മളെ അപായപ്പെടുത്തുമെന്ന്. അതും ഒരു കഥയാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രേതങ്ങൾ ഏതെങ്കിലും മൂലയിൽ നിൽക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ പരിധിയെങ്കിലും ഒന്നിനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. സത്യമോ മിഥ്യയോ അത് നിങ്ങൾക്ക് വിട്ടുതരുന്നു. അഖോഡ ഫോർട്ടിൻ്റെ സുന്ദരമായ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ഗോവൻ വിശേഷങ്ങളുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം.